മംഗളൂരുവിൽ രാത്രികാല പട്രോളിംഗിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കാസർഗോട്ടേക്ക് കടന്നുകളഞ്ഞ പ്രതികൾ പിടിയിൽ. CCB പോലീസാണ് 3 പ്രതികളെ കാഞ്ഞങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിന് ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. മംഗളൂരു നഗരത്തിലെ കൊടിക്കൽ ഭാഗത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. രാത്രി സമയത്ത് ബീറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ജീവനക്കാർക്ക് നേരെയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ബെൽത്തങ്ങാടി സ്വദേശിയായ സച്ചിൻ KR, പുത്തൂർ സ്വദേശിയായ ചന്ദൻ എന്നിവരാണ് മംഗളൂരു CCB പോലീസിന്റെ പിടിയിലായത്. ഇവരെ കൂടാതെ മൂന്നാമതൊരാളെയും CCB പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മംഗളൂരു അശോക് നഗറിലെ ഫൽഗുനി നഗറിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇരുവരും. പ്രതികളിൽ സച്ചിൻ കുന്തിക്കാനിലെ ഒരു മിഠായി നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവറായും ചന്ദൻ കുളൂരിലെ ഒരു പ്രമുഖ കാർ ഷോറൂമിൽ ടെക്നീഷ്യനായും ജോലി ചെയ്തു വരികയായിരുന്നു. മെയ് 24-ന് അർദ്ധരാത്രി 2:10-ഓടെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഉർവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊടിക്കൽ നാരായണഗുരു കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെയാണ് പ്രതികൾ ആക്രമിച്ചത്. ചുവന്ന നിറത്തിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറിലെത്തിയ പ്രതികളിൽ പുറകിലിരുന്നയാൾ പെട്ടെന്ന് സിമന്റ് ഷീറ്റിന്റെ കഷ്ണം ഉപയോഗിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം പ്രതികൾ ഉടൻ തന്നെ കേരളത്തിലേക്ക് കടന്നുകളഞ്ഞു. കേസ് അന്വേഷിച്ച CCB പോലീസ് സംഘം നടത്തിയ നീക്കത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് വെച്ചാണ് ഇവരെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത്. ഇവരെ തുടർ നടപടികൾക്കായി ഉർവ പോലീസ് സ്റ്റേഷന് കൈമാറിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ നഗരത്തിൽ കറങ്ങി നടന്ന ഇവരെ ബീറ്റ് പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ഉർവ പോലീസ് സ്റ്റേഷനിൽ BNS സെക്ഷൻ 121, 109, 132 എന്നിവ പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, വധശ്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നഗരത്തിൽ അർദ്ധരാത്രിയിൽ അനാവശ്യമായി കറങ്ങുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.